കാത്തിരുന്ന വാർത്ത പ്രവാസികളെ തന്നെ തേടിയെത്തിയിരിക്കുകയാണ്. UAE അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ മാസങ്ങളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പ്രവാസികൾക്കായി ഇതാ ആ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് UAE. അതെ, ഇനി മുതൽ ടൂറിസ്റ്റ് വിസക്കാർക്കും നേരിട്ടെത്താം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ മാസം, അതായത് ഓഗസ്റ്റ് 30 മുതൽ ടൂറിസ്റ്റ് വിസക്കാർക്കും UAE-യിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുമെന്ന് UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, ദേശീയ ദുരന്ത നിവാരണ സമിതി എന്നിവ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ 2 ഡോസും സ്വീകരിച്ചവർക്കാണ് പ്രവേശനം അനുവദിക്കുക. അതോടൊപ്പം തന്നെ UAE യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇത്തരത്തിൽ പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും. മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് ഈ തീരുമാനം ഗുണകരമാകും. ഇന്ത്യ ഉൾപ്പെടെ യാത്രാ നിയന്ത്രണം നിലവിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഓഗസ്റ്റ് 30 മുതൽ ടൂറിസ്റ്റ് വിസയ്ക്കും അതോടൊപ്പം തന്നെ വിസിറ്റ് വിസയ്ക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇവർ വിമാനത്താവളത്തിൽ റാപ്പിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവർക്കാണ് വിസ നൽകുക. യാത്ര ചെയ്യുന്നവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ കൈവശം വയ്ക്കണമെന്നും അൽ ഹുസൈൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ദുരന്ത നിവാരണ സമിതി അറിയിച്ചു കഴിഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി UAE-യിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ആയിരങ്ങൾക്ക് ആശ്വാസകരമാണ് ഈ പ്രഖ്യാപനം. UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനേഷൻ ഇവയാണ്: മൊഡേണ, ഫൈസർ ബയോൺടെക്, ജോൺസൺ ആൻഡ് ജോൺസൺ, ഓക്സ്ഫോർഡ് അഥവാ ആസ്ട്രസെനക്ക, കോവിഷീൽഡ്, ഓക്സ്ഫോർഡ് ആസ്ട്രസെനക്ക ഫോർമുലേഷൻ, സിനോഫാം, സിനോവ കൊറോണ വാക്സിൻ. ഇതിൽ കോവിഷീൽഡ് ആണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ നേരത്തെ സന്ദർശക വിസ എടുത്ത് യാത്രാവിലക്ക് മൂലം UAE-യിലേക്ക് വരാൻ സാധിക്കാതെ കാത്തിരിക്കുന്നവർ ഇന്ത്യയിലും ഉണ്ട്. ഇവരുടെ വിസയുടെ കാലാവധി നീട്ടിക്കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം ഒന്നും തന്നെ വന്നിട്ടില്ല. താമസ വിസക്കാർക്ക് സമയം നീട്ടി നൽകിയ പോലെ തന്നെ സന്ദർശക വിസക്കാർക്കും ഇളവ് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ UAE-യിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആശ്വാസത്തിന്റെ നാളുകളാണ്. UAE-യിൽ COVID-19 ബാധിതരുടെ പ്രതിദിന നിരക്ക് തുടർച്ചയായ 4ാം ദിവസവും 1000-ൽ തന്നെ താഴെ റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 998 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും 1589 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 1 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ആകെ രോഗികൾ എന്നത് 7,15,394. രോഗമുക്തി നേടിയവർ 7,548. ചികിത്സയിലുള്ളവർ 12,810. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതർ. ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും വാക്സിനേഷൻ വ്യാപകമായി നടന്നുവരുന്നതായും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.